കഴുത്തിന് പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോ സർജനാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒരാൾക്ക് കഴുത്തിന് പരിക്ക് പറ്റിയെന്ന് വിചാരിക്കാം. ആക്സിഡൻറ്റ് വഴിയാകട്ടെ, അതോ ഉന്തും തള്ളിലാകട്ടെ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കഴുത്തിന് പരിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? അപ്പോൾ സപ്പോസ് ഒരാൾ വഴിയിൽ ഇങ്ങനെ കഴുത്തിന് പരിക്ക് പറ്റി കിടക്കുകയാണെന്ന് വിചാരിക്കുക. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അവരുടെ കഴുത്ത് സപ്പോർട്ട് ചെയ്യുകയാണ്. കഴുത്ത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും പാടില്ല. ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കഴുത്ത് ഇങ്ങനെ പുറകിലോട്ടായാൽ അവിടെ എല്ലിനൊക്കെ പൊട്ടലുണ്ടെങ്കിൽ അത് ഞരമ്പിലോട്ട് വന്ന് തട്ടുകയും കൈ കാലുകൾ പരാലിസിസ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കഴുത്തിന് സപ്പോർട്ട് ചെയ്യുകയാണ്. കഴുത്ത് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ഒരു ഹാർഡ് സർവൈക്കൽ കോളർ ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ടൈറ്റായിട്ട് മടക്കി കഴുത്തിന് സപ്പോർട്ടായിട്ട് പിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തുണി സപ്പോർട്ടായിട്ട് പിടിക്കുക. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കഴുത്തിൻ്റെ നാച്ചുറൽ പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷനിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ കഴുത്തിലും 4 ആൾ കൂടി ശരീരഭാഗം സ്പൈനിലൊക്കെ പിടിച്ചിട്ട് വേണം പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അങ്ങനത്തെ ഷിഫ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബാക്കിയുള്ള ഇഞ്ചുറീസ് അഥവാ അവിടെ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഞരമ്പിലോട്ട് വന്ന് പാരാലിസിസ് ഉണ്ടാവാതിരിക്കാനും ബാക്കി കാര്യങ്ങൾക്കും അത് വളരെ പ്രധാനകരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴുത്തിന് ഇഞ്ചുറി പറ്റിയത് നിങ്ങൾ ഒരിക്കലും ചെറിയ കാര്യമായി കാണരുത്. അതിന് ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കേണ്ടതും പ്രധാനമാണ്. കാരണം നമ്മുടെ കൈകാലുകളിലെ ഞരമ്പുകളും ഡയഫ്രം പോലെ ശ്വസിക്കാനുള്ള ഞരമ്പുകളെല്ലാം ആ കഴുത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കഴുത്തിന് ഇഞ്ചറി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചറിയാണ്. അതിന് തക്ക സമയത്ത് ചികിത്സിക്കുക തന്നെ വേണം. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.